In this video, we are going to discuss about stock and debtor system. It's a method of accounting followed by dependent branches. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറ്റർ സിസ്റ്റം ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഡെറ്റർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലുള്ളത്. മെയിൻലി ഇതിന് ഡെറ്റർ സിസ്റ്റത്തിൽ നമ്മൾ കോസ്റ്റ് പ്രൈസിനും ഇൻവോയ്സ് പ്രൈസിനും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യും. പക്ഷേ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ ഹെഡ് ഓഫീസ് വിൽ സെൻഡ് goods to branch at invoice price only. Invoice price il maatrana goods send cheya. Invoice price means selling price. Selling price nathu endakku kanum cost profit um kuda include cheyda price naayirikkum eppozhum head office branch like goods send cheyidittundavuka. So under this system, head office will prepare various accounts relating to each and every transaction. അതായത് നമ്മൾ ഡെറ്റർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലാണ് നമ്മൾ ഓപ്പണിംഗ് അസെറ്റ്സ്, ഓപ്പണിംഗ് ലയബിലിറ്റി, ക്ലോസിംഗ് അസെറ്റ്, ക്ലോസിംഗ് ലയബിലിറ്റി, ദെൻ അതർ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് റിലേറ്റിംഗ് ടു ദാറ്റ് ബ്രാഞ്ച് വിൽ ബി പോസ്റ്റഡ് ഇൻ ദി ബ്രാഞ്ച് അക്കൗണ്ട് ഇറ്റ്സെൽഫ്. അതായത് ബ്രാഞ്ച് എക്സ്പെൻസ് ആയാലും ക്യാഷ് സെയിൽ, ക്രെഡിറ്റ് സെയിൽ, എല്ലാ ഐറ്റംസും നമ്മൾ അവിടെ തന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. Main accounts to be prepared under stock and debtor system. One is branch stock account, then we need to prepare branch debtors account, then we need to prepare branch expenses account, then we need to prepare branch adjustment account. ഈ branch adjustment account prepare ചെയ്യുന്നതിന്റെ reason ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഇൻവോയ്സ് പ്രൈസിനല്ലേ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് വിടുന്നത്. ഇൻവോയ്സ് പ്രൈസിനകത്ത് നമ്മൾ പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ പ്രോഫിറ്റിന് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വി വിൽ പ്രിപ്പയർ എ സെപ്പറേറ്റ് അക്കൗണ്ട് നോൺ ആസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതിനുവേണ്ടിയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. Then we will prepare branch profit and loss account and finally goods sent to branch account. അപ്പൊ ഇത്രയും അക്കൗണ്ട്സ് ആണ് യൂഷ്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. വേറെ കുറച്ച് അക്കൗണ്ട്സ് കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് അത്രയും ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞ ഇത്രയും അക്കൗണ്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. Now let's explain a problem using an illustration. ഇതാണ് ക്വസ്റ്റ്യൻ. ഹെഡ് ഓഫീസ് invoices goods to its branch at cost plus 50%. Cost plus 50%. That means invoice price. Invoice price is otherwise known as selling price എന്ന് പറയാം. അതിനെ ഇങ്ങനെ എഴുതുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹിന്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം എന്നാണ്? 50%. കോസ്റ്റ് പ്ലസ് 50%. കോസ്റ്റിന്റെ കൂടാതെ പ്ലസ് 50%. 50% മീൻസ് 50 ഡിവൈഡഡ് ബൈ 100 എന്നാണ് 50%ന്റെ മീനിങ്. അപ്പൊ അതിൽ 50 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ്. എന്തിന്റെ 50? 100ന്റെ കോസ്റ്റിന്റെ 50%. സോ 100 വിൽ ബി കോസ്റ്റ്. അപ്പൊ ഈ ഫോമുല നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് 50%, കോസ്റ്റ് എന്ന് പറയുന്നത് 100%, and selling price will be 150. So selling price is equal to cost plus profit. Cost 100 രൂപ ആണെങ്കിൽ പ്രോഫിറ്റ് 50 രൂപ. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് എത്ര? 150. ആ രീതിയിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. And then next information given is branch remits all cash received to the head office. The branch receive ചെയ്യുന്ന എല്ലാ ക്യാഷും, അതായത് ക്യാഷ് സെയിൽ വഴിയും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് വഴിയൊക്കെ ലഭിക്കുന്ന എമൗണ്ട് എല്ലാം ഹെഡ് ഓഫീസിലേക്ക് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഹെഡ് ഓഫീസ് ആയിരിക്കും എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്ന ബ്രാഞ്ചിന്റെ. നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഫോർ an accounting period starting from 1st Jan to 31st December. The first information given is stock on 1st Jan 2024 at invoice price. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് പ്രൈസിലാണ്? ഇൻവോയ്സ് പ്രൈസ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ എപ്പോഴും സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ദിസ് 27,900 contains cost and profit. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര? 50%. കോസ്റ്റ് എന്ന് പറയുന്നത് 100. ഈ 27,900 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്നത് 150% ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബ്രാഞ്ച് ഡെറ്റേഴ്സ് അത് 20,400. ഇറ്റ്സ് ഓപ്പണിംഗ് അസെറ്റ്. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അടുത്തതും ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,53,000 ഗുഡ്സ് ആണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്. അതും ഏത് പ്രൈസിൽ? ഇൻവോയ്സ് പ്രൈസ് മീൻസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിലാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. Next is cash sales amounting to 75,000. Credit sales during the period is 93,000. Then cash received from debtor amounts to 91,200. Then goods returned by debtors. Either victor goods, debtors, customers return. That is return inward. Goods returned by debtors. നമ്മൾ സാധാരണ
ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അതായത് ആദ്യം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് 1,53,000 ഗുഡ്സ് സെൻഡ് ചെയ്തില്ലേ, അതില് 4,500 രൂപയുടെ ഗുഡ്സ് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് അവർ തിരികെ വിട്ടു. കാരണം ചിലപ്പോൾ ഡിഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സസ് ആയിരുന്നു കാണും, അവിടെ തിരികെ വിട്ടതാണ് 4,500. അപ്പൊ ഇതും സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ദാറ്റ്സ് ഓൾസോ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിന് ഒരു ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നിരുന്നാലും ദാറ്റ് ഇസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. Next is discount allowed. Discount allowed is an expense which we usually post in branch debtor account. And debtors in കുറവ് സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ഡിസ്കൗണ്ട് അലൗഡ്. ഇറ്റ്സ് ഓൾസോ an expense for the business. Next is bad debt. Bad debtഉം ഡെറ്റേഴ്സിന് കുറവ് സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. സാധാരണ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് ഇതൊരു എക്സ്പെൻസ് കൂടിയാണെന്ന് ഓർക്കണം. നെക്സ്റ്റ് ഇസ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ബാക്കിയുള്ള എക്സ്പെൻസ് റെന്റ് 5,000 രൂപ, സാലറി 10,000, പെറ്റി എക്സ്പെൻസ് 1,200, അങ്ങനെ ടോട്ടൽ 16,200 റുപ്പീസിന്റെ എക്സ്പെൻസ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് വേണ്ടി പേ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഈ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ദെൻ കംസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഫോർ അഡ്ജസ്റ്റിംഗ് ദ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലോഡിംഗ് ഇൻക്ലൂഡഡ് ഇൻ ഇൻവോയ്സ് പ്രൈസ്. നെക്സ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഫൈനലി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇതാണ് ഫസ്റ്റ് മെയിൻ ആയിട്ട്. ഡെറ്റർ സിസ്റ്റത്തിലാണെങ്കിൽ എല്ലാം കൂടെ ഒരു അക്കൗണ്ടിലായിരുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, ഓരോന്നിനും സെപ്പറേറ്റ് അക്കൗണ്ട്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. ദാറ്റ് മീൻസ് ദിസ് ഇസ് ആൻ അസറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസിലായിരിക്കും തുടങ്ങുക ഇഫ് ഇറ്റ് ഇസ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. അസറ്റിന് എന്ത് ഇൻക്രീസ് ഉണ്ടായാലും ആ ട്രാൻസാക്ഷൻ, സ്റ്റോക്കിന് എന്ത് ഇൻക്രീസ് ഉണ്ടായാലും ദാറ്റ് ട്രാൻസാക്ഷൻ ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ഡെബിറ്റ് സൈഡ്. സ്റ്റോക്കിന് എന്തെങ്കിലും ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ട്രാൻസാക്ഷൻ ഷുഡ് ബി പോസ്റ്റഡ് ഇൻ credit side. Okay, let's start here. This account will start with balance BD, opening balance in debit side because it is an asset. Opening stock ഉണ്ടല്ലോ, opening stock നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് അതായിരുന്നു. This is the opening stock. സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫർമേഷനുമാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് 27,900. ഇൻവോയ്സ് പ്രൈസ് തന്നെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക. ബാലൻസ് BD, that is opening stock at invoice price itself. ഇൻവോയ്സ് പ്രൈസിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. ഇൻവോയ്സ് പ്രൈസിൽ ഓർക്കേണ്ടത് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ അക്കൗണ്ടിൽ പ്രോഫിറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. പ്രോഫിറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് പിന്നീട് പ്രിപ്പയർ ചെയ്യും. ഇവിടെ നിങ്ങൾ ഇൻവോയ്സ് പ്രൈസിൽ മാത്രം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതിയാവും. 27,900. ഓക്കെ, പിന്നീട് എന്താ ചിന്തിക്കേണ്ടത്? ബ്രാഞ്ച് സ്റ്റോക്കിന് ഇൻക്രീസ് ഉണ്ടാവുന്ന വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന്. ഇപ്പോഴ് ബ്രാഞ്ചിൽ 27,900 രൂപയുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അത് മാത്രം പോരല്ലോ, ഇനിയും സ്റ്റോക്ക് വന്നാലല്ലേ അവർക്ക് സെയിൽ നടത്താൻ പറ്റൂ. വീണ്ടും നമുക്ക് ഹെഡ് ഓഫീസിന്റെ ആയിരുന്നു സ്റ്റോക്ക് വരുന്നു. സോ ഇറ്റ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ഡെബിറ്റ് സൈഡ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതും ഇൻവോയ്സ് പ്രൈസിൽ. 27,900 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് കൂടാതെ വീണ്ടും ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് വന്നിരിപ്പുണ്ട് 1,53,000. ദിസ് ഇസ് ഓൾസോ പ്രൈസ്ഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ നിന്ന് നമ്മൾ പ്രോഫിറ്റ് റിമൂവ് ചെയ്യേണ്ട. പ്രോഫിറ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ പിന്നീട് ഒരു അക്കൗണ്ട് സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യും. ദാറ്റ് ഇസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇവിടെ ജസ്റ്റ് ഇൻവോയ്സ് പ്രൈസ് റെക്കോർഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, രണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഇനി സ്റ്റോക്കിന് ഇൻക്രീസ് ഉണ്ടാവുന്ന ഒരു കാര്യം, നമ്മൾ വിറ്റ ഗുഡ്സ് ഡെറ്റേഴ്സ് തിരികെ തന്നു വീണ്ടും അത് നമ്മുടെ സ്റ്റോക്കിലോട്ട് വന്നിരിക്കില്ലയോ, വീണ്ടും സ്റ്റോക്ക് കൂടും. സോ ഇറ്റ് ഷുഡ് ബി പോസ്റ്റഡ് ആസ് ബ്രാഞ്ച് ഡെറ്റർ. കാരണം ഗുഡ്സ് റിട്ടേൺ ബൈ ഡെറ്റർ ആണ്. ഈ എമൗണ്ട് 3,600 ഗുഡ്സ് ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്ത്, ദാറ്റ് ഇസ് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡ് യഥാർത്ഥത്തിൽ നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ലേ. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ബ്രാഞ്ച് ഡെറ്റർ എന്ന് തന്നെ എഴുതുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ സ്റ്റോക്കിന് ഇൻക്രീസ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഇറ്റ് ഷുഡ് ബി പോസ്റ്റഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. പിന്നീട് വീണ്ടും ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ വീണ്ടും സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു. പിന്നീട് ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ തിരികെ വന്ന് ബിസിനസ്സിലായിട്ടല്ലേ വന്നിരിക്കുന്നത്, വീണ്ടും സ്റ്റോക്ക് കൂടുന്നു. അപ്പൊ ഇതാണ് സ്റ്റോക്കിന് ഇൻക്രീസ് ഉണ്ടാവുന്ന 3 ഐറ്റംസ്. ദാറ്റ് ഇസ് പോസ്റ്റഡ് ഇൻ ഡെബിറ്റ് സൈഡ്. ഇനി സ്റ്റോക്കിന് ഡിക്രീസ് ഉണ്ടാവുന്ന എപ്പോഴാണ്? നമ്മുടെ ഇത്രയും സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്കും പിന്നീട് ഈ ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന ബ്രാഞ്ചിലേക്ക് വന്ന സ്റ്റോക്കും എല്ലാം ഇരിപ്പുണ്ട്. ഇതിന് എപ്പോഴാണ് ഡിക്രീസ് ഉണ്ടാവുന്നത്? ഇത് വിൽക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ഗുഡ്സ് എല്ലാം വിൽക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വിൽക്കുമ്പോഴത്തേക്കും
ഈ സ്റ്റോക്ക് കുറയില്ലയോ? സോ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഒക്കെ നടക്കാൻ നേരം ഈ സ്റ്റോക്ക് കുറയും. അതാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൈ കിട്ടില്ലയോ? സോ ദ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ക്യാഷ് സെയിൽസ് എഴുതുക. 75,000 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ക്യാഷ് സെയിൽസ്. ആൻഡ് ദിസ് ഇസ് ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് 75,000 ഉണ്ടോ? ക്യാഷ് സെയിൽസ് എഴുതി. അതുപോലെ തന്നെ എന്ത് നടന്നിട്ടുണ്ട്? ക്രെഡിറ്റ് സെയിൽസ്. അത് നമ്മുടെ സ്റ്റോക്കിനെ കുറയ്ക്കുക. ക്യാഷ് സെയിൽ ആയാലും ക്രെഡിറ്റ് സെയിൽ ആയാലും സ്റ്റോക്ക് ഡിക്രീസ് ആവുകയാണ്. ക്രെഡിറ്റ് സെയിലില് കറസ്പോണ്ടിങ് എൻട്രി ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിലല്ലേ വരുന്നത്. അതിന്റെ നെയിം തന്നെ ഇവിടെ കൊടുക്കണം, ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന്. ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് എഴുതുക. 93,000. ഇനി നമ്മൾ ചിന്തിക്കുക, ഇനി എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് സ്റ്റോക്കിന് ഡിക്രീസ് ഉണ്ടാവുന്നത്? പിന്നീട് കുറച്ച് ഗുഡ്സ് അവരെങ്കിൽ തിരിച്ച് വിട്ടു എന്ന് പറയുന്നില്ലേ. 1,53,000 കൊടുത്തെങ്കിലും 4,500 തിരിച്ച് തന്നു വിട്ടു. അപ്പം തിരിച്ചു തരുമ്പോഴത്തേക്കും വീണ്ടും സ്റ്റോക്ക് കുറയില്ലയോ? അതുകൊണ്ട് 153 കുറവ് സംഭവിക്കും. സോ വി നീഡ് ടു പോസ്റ്റ് ഇൻ ക്രെഡിറ്റ് സൈഡ്. എന്ത് തന്നെ എഴുതേണ്ട? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് ബ്രാക്കറ്റിൽ എഴുതാൻ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് 4,500 രൂപയുടെ. ഓക്കെ. ഇനി എഴുതാനുള്ള ഒരു കാര്യം, ഇനി സ്റ്റോക്കിന് കുറവ് സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടോ? ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് 1,350 രൂപ. ഇത് സ്റ്റോക്കിന് കുറവ് സംഭവിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. പക്ഷേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് പ്രൈസും എത്രയാണെന്ന് നോക്കുക. കാരണം ഇത് ഇൻവോയ്സ് പ്രൈസിലല്ലേ, സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കോസ്റ്റ് എത്ര നമുക്കറിയാം, നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയായിരുന്നു. സെല്ലിംഗ് പ്രൈസ് ഇവിടെ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമുക്കറിയാം പ്രോഫിറ്റ് 50, കോസ്റ്റ് 100 ആണ്. കാരണം 50% മീൻസ് ഓൺ കോസ്റ്റ് എന്നല്ലേ പറയുന്നത്. 50 പ്രോഫിറ്റ്, 100 കോസ്റ്റ്. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 150%. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് 100% ആണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50% ആണ്. 1,350 എന്ന് പറയുന്നത് 150% ആണ്. ദാറ്റ് ഇസ് സെല്ലിംഗ് പ്രൈസ്. ദിസ് ഇസ് വാല്യൂഡ് അറ്റ് സെല്ലിംഗ് പ്രൈസ്. ഈ സെല്ലിംഗ് പ്രൈസ് 1,350 രൂപയാണെങ്കിൽ വാട്ട് വിൽ ബി ദി പ്രോഫിറ്റ്? അതാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. പ്രോഫിറ്റ് എത്രയാണ്? എങ്ങനെ കണ്ടെത്തും? 1,350 എന്ന് പറയുന്നത് എത്രയാണ്? 150% എങ്കിൽ പ്രോഫിറ്റായ 50% എത്രയാണ്? പ്രോഫിറ്റായ 50% എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പൊ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് പോർഷൻ. പ്രോഫിറ്റ് പോർഷൻ എന്ന് പറയുന്നത് 1,350 × 50 450 ആണ് പ്രോഫിറ്റ് പോർഷൻ. സോ പ്രോഫിറ്റ് പോർഷൻ ഇസ് 450. 1,350 450 എന്ന് പറയുന്നത് പ്രോഫിറ്റ് പോർഷൻ ആണ്. എങ്കിൽ കോസ്റ്റിന്റെ പോർഷൻ എത്ര ആയിരിക്കും? അത് അതുപോലെ തന്നെ കണ്ടെത്തിയാൽ മതി. 1,350 എന്ന് പറയുന്നത് 150% എങ്കിൽ കോസ്റ്റായ 100% എത്രയാണ്? കോസ്റ്റായ 100% 900 എന്ന് വരും. ഈ 900 കിട്ടാൻ വേറൊരു മാർഗം കൂടെ എന്ത് ചെയ്താൽ മതി? 1,350 450 പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 900 കോസ്റ്റ് കിട്ടും. അപ്പൊ ഏത് രീതിയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ട കോസ്റ്റിനെ കോസ്റ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേണ്ടത്. ബ്രാഞ്ച് P&L അക്കൗണ്ടിലും കൊണ്ടുപോവുക. പ്രോഫിറ്റിനെ നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, കാരണം പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞതല്ലേ. അതിനെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലും കൊണ്ടുപോകും. അപ്പൊ മറന്നു പോകരുത്. ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്കിന് ഡിക്രീസ് ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ്. സ്റ്റോക്കിന് ഡിക്രീസ് ഉണ്ടാവുമ്പം ഇറ്റ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ക്രെഡിറ്റ് സൈഡ്. ഈ 1,350 രൂപയും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ 1,350 എന്ന് എഴുതി പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 1,350 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് എന്നും, ഇതിൽ കോസ്റ്റ് എത്ര, ഇതില് പ്രോഫിറ്റ് എത്ര. കോസ്റ്റ് പോർഷൻ നിങ്ങൾ ബ്രാഞ്ച് P&L അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം. ബ്രാഞ്ച് P&L അക്കൗണ്ടിലോട്ടും കൊണ്ടുപോകണം. പിന്നീട് പ്രോഫിറ്റ് പോർഷൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ടും കൊണ്ടുപോകണം. ആ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, ബ്രാഞ്ച് P&L കൊണ്ടുപോകേണ്ടത് എത്രയെന്ന് കിട്ടി? 900 എന്നും കിട്ടി. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോകേണ്ടത് 450 എന്നും കിട്ടി. എന്റെ കാൽക്കുലേഷൻ മനസ്സിലായല്ലോ. ഇത് പ്രോഫിറ്റ് റിമൂവ് ചെയ്തെടുക്കുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ, സർപ്ലസ് സ്റ്റോക്കിനെ നമ്മൾ ഈ 1,350 സ്പ്ലിറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്?
പ്രോഫിറ്റ് ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ലോഡിങ് ഷോർട്ടേജ് ഇതായിരുന്നു 150 എന്ന് പറയുന്നത്. 150% എങ്കിൽ 50 എത്രയാണ്? 450. പിന്നെ അതിന്റെ കോസ്റ്റ് പോർഷൻ ബ്രാഞ്ച് പി ആൻഡ് എല്ലോട്ടും കൊണ്ടുപോയി. ഓക്കെ, 1350 ഡിക്രീസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ഐറ്റംസും തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്തു. സ്റ്റോക്കിന് ഇൻക്രീസ് ഉണ്ടാവുന്ന എല്ലാം ഡെബിറ്റ് സൈഡിലും സ്റ്റോക്കിന് ഡിക്രീസ് ഉണ്ടാവുന്ന എല്ലാം ക്രെഡിറ്റ് സൈഡിലും. ദെൻ യു നീഡ് ടു ബാലൻസ് ഇറ്റ്. ബാലൻസ് ചെയ്യാൻ നേരം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എടുക്കാൻ നേരം നമുക്ക് ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കിട്ടേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. കാരണം അസറ്റ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവുമല്ലോ, ബാലൻസ് ആണ് പോകുന്നത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. അത് എത്ര കിട്ടുന്നു? 10,650 ഈസ് ദി ബാലൻസിങ് ഫിഗർ. ഇപ്പൊ സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്ന് എന്താ ലഭിക്കുന്നത്? പ്രോഫിറ്റോ ലോസോ ഒന്നല്ല ലഭിക്കുന്നത്. വി വിൽ ഗെറ്റ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്. ഡെറ്റർ അക്കൗണ്ട് എന്ത് അക്കൗണ്ട് എന്ന് പറയാൻ നമുക്ക് ഇറ്റ്സ് ഓൾസോ ആൻ അസറ്റ് അക്കൗണ്ട്. അപ്പൊ അസറ്റ് അക്കൗണ്ട് പ്രത്യേകത അസറ്റിന് ഇൻക്രീസ് ഉണ്ടാവുന്ന എല്ലാം ഡെബിറ്റ് സൈഡിലും അസറ്റിന് ഡിക്രീസ് ഉണ്ടാവുന്ന എല്ലാം ക്രെഡിറ്റ് സൈഡിലും. സോ അസറ്റ് അക്കൗണ്ട് begins with opening balance ഉണ്ടല്ലോ. ഓപ്പണിംഗ് ഡെറ്റർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബാലൻസ് പി ഡി ഓപ്പണിംഗ് ഡെറ്റർ 20,400. പിന്നീട് ഡെറ്റേഴ്സിന് ഇൻക്രീസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ക്രെഡിറ്റ് സെയിൽ സംഭവിക്കുമ്പോഴാണ് ഇൻക്രീസ് ഉണ്ടാവുന്നത്. ക്രെഡിറ്റ് സെയിലിന് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെയും നമ്മൾ നോക്കേ, ക്രെഡിറ്റ് സെയിൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ എന്താ എഴുതിയത്? ബ്രാഞ്ച് ഡെറ്റർ. ബ്രാഞ്ച് ഡെറ്ററിന് ഏത് അക്കൗണ്ട് എഴുതി? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതി. നമ്മളിപ്പോ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് വരെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെന്ന് എഴുതണം? ഈ ട്രാൻസാക്ഷൻ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ്. ഡെറ്റർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡെബിറ്റ് സൈഡിൽ, കാരണം ഡെറ്റേഴ്സിന് ഇൻക്രീസ് ഉണ്ടാവുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇറ്റ് ഇസ് ക്രെഡിറ്റ് സെയിൽ. ഇത്രയും ഡെറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. 20,400 ഓൾറെഡി ഉണ്ട്. പിന്നീട് ഇപ്പം ഈ വർഷത്തെ 93,000 ഡെറ്റേഴ്സും കൂടെ വന്നു ചേർന്നു. അങ്ങനെ നമ്മുടെ ഡെറ്റർ ബാലൻസ് ഇൻക്രീസ് ആയി. ഡെറ്റർ എപ്പോഴാണ് കുറയുന്നത്? ഇവർ നമുക്ക് പൈസ തരുമ്പോൾ ഡെറ്റേഴ്സ് ബാലൻസ് കുറയില്ലേ? അപ്പൊ പൈസ തരുമ്പം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ക്യാഷ് റിസീറ്റ് ഫ്രം ഡെറ്റേഴ്സ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് 91,200 കിട്ടി. പിന്നീട് ഡെറ്റേഴ്സിന് കുറവ് സംഭവിക്കുന്നത് ഏതൊക്കെ ട്രാൻസാക്ഷൻ വരുമ്പോഴാണ്? ബാഡ് ഡെറ്റ് വരുമ്പം ഡെറ്റർ കുറയും, ഡിസ്കൗണ്ട് അലൗഡ് വരുമ്പം ഡെറ്റർ കുറയും. അതിന് നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ്, ഇത് രണ്ടും ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ആണ്. സോ യു നീഡ് ടു റൈറ്റ് ഇറ്റ് ആസ് ബ്രാഞ്ച് എക്സ്പെൻസ്. പിന്നീട് ഫുൾ കോളം ഇട്ടിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ബാഡ് ഡെറ്റും ഡിസ്കൗണ്ട് അലൗഡും. പിന്നെ ഡെറ്റേഴ്സിന് കുറവ് സംഭവിക്കുന്ന ഒരു റിട്ടേൺ ഇൻവേർഡ് പറഞ്ഞിരുന്നു. ഗുഡ്സ് റിട്ടേൺഡ് അല്ല, ഹെഡ് ഓഫീസിലേക്ക് വിട്ടത് തിരിച്ചു വന്നതല്ല, ബ്രാഞ്ചിലേക്ക് വിട്ടത് തിരിച്ചു വന്നതല്ല, അല്ലാതെ ഡെറ്റേഴ്സ് തിരിച്ചു വന്ന ഗുഡ്സ് ആണ് ഇവിടെ വരുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക്, അത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതിയില്ലായിരുന്നു. ഗുഡ്സ് റിട്ടേൺഡ് ബൈ, ഇതാണ് ഇത്, ഗുഡ്സ് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിലാണ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ട്രാൻസാക്ഷൻ എഴുതും? ഐറ്റം എഴുതുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 3,600 കറസ്പോണ്ടിങ് എൻട്രി ആണ് റിട്ടേൺ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡെറ്ററിന് ഡിക്രീസ് സംഭവിക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. അത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഡിഫറൻസ് ഓഫ് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് വിൽ ബി ബാലൻസിങ് ഫിഗർ ബാലൻസ് ചെയ്യുക, അതായത് ക്ലോസിംഗ് ഡെറ്റർ. സോ ക്ലോസിംഗ് ഡെറ്റർ അമൗണ്ട്സ് ടു 17,400. അത് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് ക്ലോസിംഗ് ഡെറ്ററും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വളരെ എളുപ്പമാണ് പ്രിപ്പയർ ചെയ്യാൻ. സ്റ്റോക്ക് ബ്രാഞ്ച് എക്സ്പെൻസ് വരുന്നത് ഇപ്പൊ നമ്മള് ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ 2 എക്സ്പെൻസ് കണ്ടില്ലേ? ഈ കറസ്പോണ്ടിങ് എൻട്രി വരും, ബാഡ് ഡെറ്റും ഡിസ്കൗണ്ട് അലൗഡും. എങ്ങനെ എഴുതും? ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ആ എക്സ്പെൻസ്, കാരണം ഡെറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത 2 എക്സ്പെൻസുകളായിരുന്നു. ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ത് വരും? ബ്രാഞ്ച് ഡെറ്റർ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ജേർണൽ എൻട്രി അങ്ങനെയല്ലേ വരുന്നത്? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ്? ബാഡ് ഡെറ്റും ഡിസ്കൗണ്ട് അലൗഡും. 600 + 600 1,200. പിന്നീട് അല്ലാതെ നമ്മൾ വേറെ കുറച്ച് എക്സ്പെൻസ് ഹെഡ് ഓഫീസ് ഡയറക്ട്ലി മീറ്റ് ചെയ്ത എക്സ്പെൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? റെന്റ്, സാലറി, പിന്നീട് സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞു. അതെ, ഈ 3 എക്സ്പെൻസുകൾ. എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, റെന്റ്, സാലറി, പെറ്റി എക്സ്പെൻസ്, അതും കൂടെ എക്സ്പെൻസ് സൈഡിൽ എഴുതാം. എക്സ്പെൻസിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്? ഇത് അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടും ഒന്നും അല്ല. ബ്രാഞ്ച് എക്സ്പെൻസ് ഇറ്റ്സ് എൻ എക്സ്പെൻസ് അക്കൗണ്ട്. അതുകൊണ്ട് അതിന് ഓപ്പണിംഗ് ബാലൻസ് വെച്ചൊന്നും തുടങ്ങില്ല. എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പൊ എക്സ്പെൻസ് കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡ്. നമ്മുടെ എക്സ്പെൻസ് ഏതൊക്കെയാണ്? റെന്റ്, സാലറി, ഇതെല്ലാം പേ ചെയ്ത എക്സ്പെൻസ് 16,200. പിന്നീട് ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ നിന്നുണ്ടായ ബാഡ് ഡെറ്റും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ എക്സ്പെൻസ് 1,000
200. ദിസ് ഇസ് ദ ടോട്ടൽ ഓഫ് എക്സ്പെൻസ്. പിന്നീട് ഈ എക്സ്പെൻസിനെ എല്ലാ എക്സ്പെൻസുകളെയും ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വി നീഡ് ടു ക്ലോസ് ഇറ്റ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട്. ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് ക്ലോസ് ചെയ്ത്, അല്ലാതെ ബാലൻസ് സി ഡി എന്നൊന്നും എഴുതാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എൻ അസറ്റ് ഓർ ഇറ്റ്സ് നോട്ട് എ ലയബിലിറ്റി. ഓക്കെ, സോ ഓൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് നമ്മൾ പണ്ടേ പഠിക്കുന്നത് ഷുഡ് ബി ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഈ രണ്ട് തുകയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റുകളെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പൊ എവിടൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആയി കിടക്കുന്നതെന്ന് അറിയാലോ? സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിലുണ്ട്, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട്, പിന്നീട് ഗുഡ്സ് എൻ ടൂലുണ്ട്, പിന്നെ ഒരു ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്കിൽ ഇവിടെ എല്ലാം എന്തുണ്ട്? പ്രോഫിറ്റ് ഇൻക്ലൂഡ്. അപ്പൊ അതിനെല്ലാം റിമൂവ് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനെ റിമൂവ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ 27,900 ആണ്. ഇതെന്ന് പറയുന്ന ഏത് പ്രൈസ് ആണ്? 27,900 സെല്ലിംഗ് പ്രൈസ്. ആൻഡ് ദിസ് കണ്ടെയ്ൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം? 100. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം കോസ്റ്റ് പ്ലസ് 50% എന്നല്ലേ പറഞ്ഞത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 150. അപ്പൊ പ്രോഫിറ്റ് അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് എത്രയാണ്? 27,900 പ്രോഫിറ്റ് പോർഷൻ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 27,900 എന്ന് പറയുന്ന ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ എത്രയാണ്? 150% ആണ്. എങ്കിൽ പ്രോഫിറ്റ് ആയ 50% എത്രയാണ്? പ്രോഫിറ്റ് പോർഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ഈക്വൽസ് ഹൗ മച്ച്? അതാണ് ഇവിടുന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ എടുത്ത് മാറ്റമാണ് വേണ്ടത്. ആ എമൗണ്ട് വരുന്നത് 27,900 ടൈംസ് 50 ഡിവൈഡഡ് ബൈ 150 എന്ന് വരുന്നത് എമൗണ്ട് 9,300 എന്ന് വരും. ഈ തുക എന്ന് പറയുന്നത് 9,300 രൂപയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ എത്രനെ മൈനസ് ചെയ്യേണ്ട? 9,300 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യണമെന്നും പറ്റില്ല, നമുക്ക് അതിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് എഴുതാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ ഒരു അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ. ഓക്കെ, മറ്റെടുത്തത് ഡെബിറ്റ് സൈഡിലല്ലായിരുന്നു. ഇവിടെ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് ലോഡിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ 27,900 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. 27,900 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 50 എത്ര വരും? 9,300. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ലോഡിങ്ങിനെ മാറ്റിയിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ എവിടെയൊക്കെയുണ്ട് ലോഡിങ്? ഓപ്പണിംഗ് സ്റ്റോക്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര നോക്കി? എവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് rupees 10,650. ഇത് ഏത് പ്രൈസ് ആണ്? ദിസ് ഇസ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റും പ്രോഫിറ്റ് എന്ന് വരും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50%, കോസ്റ്റ് എന്ന് പറയുന്നത് 100, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 150. അപ്പൊ ഇതിൽ ഏത് പോർഷൻ 50% എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിനെ കണ്ടുപിടിക്കാൻ എന്താ മാർഗം? 10,650 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, അത് 150%. എങ്കിൽ പ്രോഫിറ്റ് ആയ 50% എത്രയാണ്? പ്രോഫിറ്റ് ആയ 50% നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3,550. അതായത് 10,650 രൂപയിൽ 3,550 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് പോർഷൻ. അത് ഇവിടുന്ന് നിങ്ങൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഏത് സൈഡിലാണ്? ഓപ്പോസിറ്റ് സൈഡ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, വി ക്യാൻ ഗോ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ലോഡിംഗ് ഇൻ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ എൻട്രി വരുന്നത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു? ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സ് സിസ്റ്റം അനുസരിച്ച് ഇൻവോയ്സ് പ്രൈസ് ഉള്ളപ്പോൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലേ ലോഡിംഗ് റിമൂവ് ചെയ്യുന്നത്. അത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ 3,550. ഇത് 10,650 എന്ന് പറയുന്നത് 150%. എങ്കിൽ 50% പ്രോഫിറ്റ് എത്രയാണ്? 3,550. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ലോഡിംഗ് റിമൂവ് ചെയ്ത്, ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള ലോഡിംഗ് റിമൂവ് ചെയ്ത്. ഇനി എവിടത്തെയാണ് ചെയ്യേണ്ടത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലെ ലോഡിംഗ് റിമൂവ് ചെയ്യണം. പിന്നീടുള്ള സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നീട്
ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിംഗ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 1,53,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1,53,000. ഇതിൽ ഏത് പ്രൈസ് ഉണ്ട്? സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പൊ ഇതും നമ്മൾ ഇതിന്റെ കോസ്റ്റും പ്രോഫിറ്റും കണ്ടെത്തുക. അതിന്റെ പ്രോഫിറ്റ് പോർഷന് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,53,000 നമ്മൾ സെൻഡ് ചെയ്തെങ്കിലും 4,500 ഇങ്ങ് തിരികെ വന്നു. അപ്പൊ നമ്മൾ ആ നെറ്റ് ഫിഗറെ എടുക്കാവുള്ളൂ. നെറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1,53,000 നിന്നും 4,500 മൈനസ് ചെയ്യുക. കാരണം അവിടെ ഒരു ഗുഡ്സ് റിട്ടേൺ ഉണ്ട്. റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ഡെറ്റേഴ്സ് അല്ല, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. നെറ്റ് ഇഫക്ട് നമ്മൾ എത്ര രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്? അതിന്റെ മീനിങ് 1,53,000 മൈനസ് 4,500. ദാറ്റ് ഇസ് നെറ്റായിട്ട് 1,48,500 റുപ്പീസിന്റെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്തുള്ള പ്രോഫിറ്റ് പോർഷൻ കണ്ടുപിടിച്ചു. ഇതെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, ഇൻവോയ്സ് പ്രൈസ് ആണ്. ഇതിനകത്തുള്ള കോസ്റ്റ് പോർഷൻ എത്ര, പ്രോഫിറ്റ് പോർഷൻ എത്ര? നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പോർഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? 1,48,500 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 150% എങ്കിൽ 50% പ്രോഫിറ്റ് എത്രയാണ് നിങ്ങൾ കണ്ടെത്താം. ദെൻ യു വിൽ ഗെറ്റ് 49,500. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 49,500 റുപ്പീസ് ആണ്. അപ്പൊ അത് റിമൂവ് ചെയ്യാം. ഈ സൈഡിലല്ലേ, ഡെബിറ്റ് സൈഡിലല്ലേ? പിന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിലെ തുക തന്നെ കൂടി കിടക്കുന്നത്. 1,48,500 കൂടുതൽ. അപ്പൊ അത് എവിടെ നിന്ന് റിമൂവ് ചെയ്യും? ഈ സൈഡിലാണ് കിടക്കുന്നത്. ഇഫ് യു നീഡ് ടു റിമൂവ്, യു ഹാവ് ടു പോസ്റ്റ് ഇറ്റ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഓക്കെ, ലോഡിംഗ് റിമൂവ് ചെയ്യുന്നത് നെറ്റ് ഗുഡ്സ്. നെറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താ? 1,53,000 4,500 മൈനസ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 1,48,500. പിന്നീട് ഇങ്ങനെ ചെയ്താൽ മതി. 1,48,500 എന്ന് പറയുന്നത് 150 എങ്കിൽ 50% പ്രോഫിറ്റ് എത്ര? ദെൻ യു വിൽ ഗെറ്റ് 49,500. അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. 50 ഡിവൈഡഡ് ബൈ 150. അത് തന്നെയാണ് 50 ഡിവൈഡഡ് ബൈ, ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന 50 ഡിവൈഡ് ബൈ 150 എന്ന്, അത് ഇത് തന്നെയാണ് 50 ഡിവൈഡ് ബൈ 150 എന്ന് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ലോഡിങ് റിമൂവ് ചെയ്ത്. ഇനി ലോഡിങ് ഉള്ളത് എവിടെയാണ്? ഒരു സർപ്ലസ് സ്റ്റോക്കിൻ്റെത് നമ്മൾ അവിടെ വെച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് പോർഷൻ ഇങ്ങനെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിൽ വരത്തില്ലേ? ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്, ആ ഷോർട്ടേജിലുള്ള ലോഡിങ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്തെന്ന് പറഞ്ഞ് എഴുതണം? ബ്രാഞ്ച് സ്റ്റോക്ക് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ആ കറസ്പോണ്ടിങ് എൻട്രി ഇവിടെ കൊണ്ടുവരണം. എന്റെ ബ്രാഞ്ച് സ്റ്റോക്ക്, ലോഡിങ് ഇൻ ഷോർട്ടേജ്, പ്രോഫിറ്റ്. നമ്മളെല്ലാം ലോഡിങ് എല്ലാം റിമൂവ് ചെയ്ത് എവിടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നോ ആ പ്രോഫിറ്റിനെ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റിനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റിനെ ഡെബിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നീട് ഗുഡ്സ് സെൻഡ് ടു നെറ്റ് ഗുഡ്സിന്റെ പ്രോഫിറ്റിനെ ക്രെഡിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തു, പിന്നീട് ഷോർട്ടേജിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റിനെ ഡെബിറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഡിഫറൻസ് എന്താണ്? ഇത് ഗെയിനും ലോസും ആണ്. ചിലപ്പോൾ പ്രോഫിറ്റ്, ചിലപ്പോൾ ലോസ്. അപ്പൊ അതിന് നെറ്റ് ഇഫക്റ്റ് എന്താ തന്നെ കിട്ടുന്നത്? പ്രോഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതിന് നിങ്ങൾ ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബാലൻസിങ് ഫിഗർ. ബ്രാഞ്ച് പി ആൻഡ് എൽ, ഗ്രോസ് പ്രോഫിറ്റ്. കാരണം ഇൻകം സൈഡാണ് കൂടി നിൽക്കുന്നത്. നേരെ മറിച്ച് എക്സ്പെൻസ് സൈഡ് ആയിരുന്നു കൂടി നിൽക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് വന്നതിന് ബ്രാഞ്ച് പി ആൻഡ് എൽ, ഇറ്റ് ഇസ് ഗ്രോസ് ലോസ്. ഇറ്റ് വിൽ ബി ഗ്രോസ് ലോസ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇതാണ് നിങ്ങളുടെ ബാലൻസിങ് ഫിഗർ 54,800. ഇങ്ങനെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും കഴിഞ്ഞു. മറന്നുപോലെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റോക്കുകളിൽ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട അക്കൗണ്ടാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ഉള്ളത് ഗുഡ്സ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വരുന്ന? ബ്രാഞ്ച് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. പിന്നീട് ലോഡിംഗ് ഇൻ ഷോർട്ടേജിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. Difference should be transferred to branch P&L account. That will be gross profit or gross loss. In this question, it is gross profit. കാരണം ഇൻകം സൈഡ് ആണ് കൂടി നിന്നത്. ഫൈനലി വി ക്യാൻ പ്രിപ്പയർ ബ്രാഞ്ച് P&L അക്കൗണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്ത് ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ്. P&L അക്കൗണ്ട് എപ്പോഴും ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞല്ലേ നമ്മൾ P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. P&L അക്കൗണ്ട് പ്രത്യേകത എന്താ? എല്ലാ എക്സ്പെൻസുകളും ഇൻകം ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് P&L അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം. ആദ്യം കോസ്റ്റ് ഓഫ് ഉണ്ട്. ഇവിടെ ബ്രാഞ്ച് P&L എന്ന് വന്നത് ആദ്യം ഗ്രോസ് പ്രോഫിറ്റിന് ഈ കറസ്പോണ്ടിങ് എൻട്രി ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ വരും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് P&L വരും.
ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഗ്രോസ് പ്രോഫിറ്റ് 54,800. പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടുകൾ നോക്കുക. ബ്രാഞ്ച് പി ആൻഡ് എൽ ഉള്ളത് എവിടൊക്കെയാണെന്ന്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഈ കറസ്പോണ്ടിങ് എൻട്രി വരില്ലേ, ഇതെങ്ങനെ വരും? ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്താ എഴുതാം? ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ 17,400. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് 17,400. ഓക്കെ, ഇനി അടുത്ത അക്കൗണ്ടുകൾ നോക്കാം. വേറെ ഏതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് കൊണ്ടുവന്ന്, ബ്രാഞ്ച് എക്സ്പെൻസ് എന്നുള്ളത് കൊണ്ടുവന്ന്, ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് നിന്ന് ഒന്നുമില്ല. പിന്നീട് എവിടെ നിന്നാണ് വരുന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ താണ്ട് ബ്രാഞ്ച് പി ആൻഡ് എൽ ഒരു 900 കിടക്കുന്നുണ്ട്. ഇതിനെ കൊണ്ടുപോകണം. ബ്രാഞ്ച് പി ആൻഡ് എൽ ഇവിടെ ഇത് ക്രെഡിറ്റ് സൈഡിലാണ്. ഏത് അക്കൗണ്ടിൽ നിന്ന്? ബ്രാഞ്ച് സ്റ്റോക്ക്. നമ്മൾ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം? ബ്രാഞ്ച് സ്റ്റോക്ക് 900. ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് 900. ഇത്രേ ഉള്ളൂ. എല്ലാ അക്കൗണ്ട്സിൽ നിന്നുള്ള ബാലൻസിങ് പി ആൻഡ് എല്ലിനെ നമ്മൾ കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ബ്രാഞ്ച് പി ആൻഡ് എൽ നമ്മൾ ഫിനിഷ് ചെയ്തു. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്നാണ് നമുക്ക് ഫൈനൽ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്ന ഇവിടെ നിന്നാണ്. ആൻസർ ഇസ് നെറ്റ് പ്രോഫിറ്റ്. കാരണം ദിസ് ഇസ് ഇൻകം സൈഡ്. Income is greater than expense, so we got net profit amounting to 36,500. Finally, we need to prepare goods sent to branch account. അതെപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എവിടെ നിന്നൊക്കെ ട്രാൻസാക്ഷൻ വരും? നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടുകളിൽ നിന്നുള്ള എല്ലാ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ കൊണ്ടുവരിക. ഏതൊക്കെയാന്ന് നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വേണ്ടേ? ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ കൊണ്ടുവരിക. പിന്നീട് ഇവിടെ ഒരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇത് രണ്ടും വരുന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത് 1,53,000 രൂപ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എഴുതുക. ഇതെന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 4,500 രൂപയും കാണിക്കുക അല്ലേ? അത് വരുന്നത് 4,500ഉം 1,53,000 ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വേറെ ഏതൊക്കെ അക്കൗണ്ടിലുണ്ടെന്ന് നോക്കാം. ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിൽ ഒന്നും തന്നെ ഇല്ല. പിന്നീട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഒന്നും ഇല്ല. നെക്സ്റ്റ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ വേണ്ട ഇവിടെ വേണ്ട ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 49,500. ഏത് അക്കൗണ്ട് ആണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് 49,500 എന്ന് എഴുതാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 49,500. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഗുഡ്സ് സെൻഡ് ടു നോക്കാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വരെയല്ലേ നമ്മൾ നോക്കിയത്. ഈ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ഇല്ല. അപ്പൊ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 1,53,000 ഗുഡ്സ് നമ്മൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് വിട്ടു. അതിൽ 4,500 ഇങ്ങ് തിരികെ വന്നു. പിന്നീട് ലോഡിങ്ങിനെ നമ്മൾ ഇതെല്ലാം ഇൻവോയ്സ് പ്രൈസിലുള്ള എല്ലായിരുന്നു. അതിന്റെ ലോഡിങ്ങിനെ നമ്മൾ റിമൂവ് ചെയ്തു. നമുക്ക് ബാലൻസിങ് ഫിഗർ എന്ത്? ബാലൻസിങ് ഫിഗർ ഷുഡ് ബി ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മുടെ ഫൈനൽ ജനറൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇനിയാണ് എല്ലാ ബ്രാഞ്ചിനെയും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത്. ജനറൽ ട്രേഡിംഗ് ആൻഡ് പി. ഇതാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം. ഓർക്കേണ്ട കാര്യം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് എപ്പോഴും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഇൻവോയ്സ് പ്രൈസിനായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട്. പ്രോഫിറ്റ് കണ്ടെത്തി അതിന്റെ ലോഡിങ്ങിനെ മാറ്റാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ആൻഡ് ഇൻ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം വി നീഡ് ടു open separate account for each and every transaction, such as we need to open branch stock account. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതൊരു അസറ്റ് അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നീട് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നീട് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നീട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നീട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്രയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കുറച്ച് ഓർത്തിരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് 2-3 പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ഒരു ലെങ്തി വീഡിയോ ആണ് എനിക്കറിയാം. പക്ഷെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം തീരത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നല്ലപോലെ നോക്കിയേക്കണേ. ഞാൻ കുറച്ച് മെസ്സി ആയിട്ടൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ ക്ലിയർ ആണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാനൊക്കെ പറ്റും, റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.